കോൺഗ്രസിന്റെ പല നിലപാടുകളിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല രീതികളിൽ നിന്നും ഭിന്നാഭിപ്രായം ലീഗിന് എടുക്കേണ്ടി വരുന്നു. ലീഗിൽ നിന്ന് വിരുദ്ധരായി നിൽക്കുന്നവരെ അകറ്റി നിർത്തുക എന്നത് തന്നെയാണ്. കോൺഗ്രസിന്റെ വലിയ ഒരു വോട്ട് ബാങ്ക് ആയിരുന്ന ലീഗിൽ തന്നെ വലിയ ഒരു ഭിന്നിപ്പുണ്ടാവുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഹൃദയമായ അല്ലെങ്കിൽ ഒരു മൃഗഭാഗം വഹിക്കുന്ന UDFന്റെ ഏറ്റവും വലിയ കരുത്തായ മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നിലവിൽ കേരളത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പലതരത്തിലുള്ള നിലപാടുകൾ ലീഗ് സ്വീകരിക്കുന്നു. പക്ഷേ ലീഗിന് ഒരു തീരുമാനം അതിലെടുക്കുവാൻ സാധിക്കുന്നില്ല. CPMലേക്ക് പോകുന്നു എന്ന തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് പോലെയുള്ള പല ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ലീഗ് അങ്ങനെ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പോകുന്നുമില്ല. അതിന് കാരണങ്ങൾ പലതായിരിക്കാം. ഒരുപക്ഷെ CPMലേക്ക് ചെല്ലുമ്പോൾ അവിടെ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നത് പോലെയുള്ള ഒരു പരിഗണന ഒരുപക്ഷെ CPMൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നോ LDFൽ നിന്നോ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാകാം ലീഗ് അത്തരത്തിൽ വേഗത്തിലൊരു തീരുമാനമെടുക്കാതെ കാലങ്ങളായി തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കാം എന്നൊരു നിലപാടിലേക്ക് എത്തിയതും. 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് പിടിക്കും എന്നതിൽ ഇപ്പോഴും ലീഗിനൊരു വ്യക്തത ഉണ്ടാവാത്തത് കൊണ്ടാകണം കോൺഗ്രസ് വിട്ട് ലീഗ് പോകാത്തത്. പക്ഷേ അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ പല നിലപാടുകളിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല രീതികളിൽ നിന്നും ഭിന്നാഭിപ്രായം ലീഗിന് എടുക്കേണ്ടി വരുന്നു. അത് മതപരമായി, അതായത് മുസ്ലിം മതവിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന ലീഗിൽ പല മുസ്ലിം സംഘടനകളും, സമസ്ത അടക്കമുള്ള സംഘടനകൾ ലീഗിനോടുള്ള വിയോജിപ്പുകൾ പലതവണ അറിയിച്ചിട്ടുള്ളതാണ്. അതിൽ ലീഗിന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് പല സന്ദർഭങ്ങളും പോയിട്ടുള്ളത്. നിലവിൽ ലീഗിന്റെ തന്ത്രം സമസ്തയിൽ നിന്ന് ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമാന്തര സംവിധാനം ഉറപ്പാക്കുക എന്ന തരത്തിലേക്കാണ് ലീഗിന്റെ നീക്കുപോക്കുകൾ നിലവിൽ നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫെബ്രുവരി 17 കോഴിക്കോട് നടക്കുവാൻ പോകുന്നത്. ജമിയത്തുൽ ഉലമയെ തകർക്കുവാൻ മുസ്ലിം ലീഗിന്റെ തന്ത്രപരമായ ചില നീക്കങ്ങളാണ് നിലവിൽ ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. മഹലുകളിൽ ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് വിരുദ്ധരായിട്ടുള്ള മഹൽ കമ്മിറ്റി അംഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ബദൽ സംവിധാനം ഉറപ്പാക്കുക എന്ന തന്ത്രവുമായാണ് മുസ്ലിം ലീഗ് മുൻപോട്ട് പോകുന്നത്. അതിനായി മഹൽ ഭാരവാഹികളുടെയും ഖതീബുമാരുടെയും ഒരു സംഗമം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലീഗ്. അതിൽ മുസ്ലിം ലീഗിനോട് വിരുദ്ധരായിട്ടുള്ള, മുസ്ലിം ലീഗിനോട് ഒരു വിദ്വേഷം കാട്ടുന്ന അല്ലെങ്കിൽ അകൽച്ച കാട്ടുന്നവരെ ആരും തന്നെ ക്ഷണിച്ചിട്ടില്ല. അതിന് ബദലായൊരു സംവിധാനമാണ് മുസ്ലിം ലീഗ് ഒരുക്കിയിരിക്കുന്നത്. ഈ സംഗമത്തിന്റെ ലക്ഷ്യം ലീഗിൽ നിന്ന് വിരുദ്ധരായി നിൽക്കുന്നവരെ അകറ്റി നിർത്തുക എന്നത് തന്നെയാണ്. നിലവിൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ സംഗമം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുക്കത്ത് വെച്ച് നടത്താനിരുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരിപാടി ലീഗ് ഒഴിവാക്കുകയായിരുന്നു. അതിൽ പങ്കെടുക്കുവാൻ, പള്ളിയിൽ വെച്ച് ആ പരിപാടി നടത്തുവാൻ ലീഗ് അനുവദിച്ചിരുന്നില്ല. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിലും ഒരു വിഭാഗം സമസ്ത നേതാക്കൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. സാദിഖ് അലി തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും അവഗണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിലെ മഹൽ കമ്മിറ്റി അംഗങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്, അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ലീഗിന് സമസ്തയിൽ നിന്നൊരു വലിയ അകൽച്ച ഉണ്ടായിരിക്കുന്നത്. അത് രാഷ്ട്രീയപരമായ ചില നേട്ടങ്ങളുടെ ഭാഗമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷത്തോട് പലതവണ അവരുടെ രീതികളോട്, അവരുടെ നയങ്ങളോട് പലതവണ ഒരു അടുപ്പം പ്രകടിപ്പിച്ചിരുന്ന സമസ്തയിലെ ഒരു വിഭാഗം ആളുകളോട് രാഷ്ട്രീയപരമായി തന്നെയുള്ള ഒരു അകൽച്ചയാണ് നിലവിൽ ലീഗ് കാണിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ലീഗിന്റെ നിലവിലുള്ള ഈ സംഗമം അടക്കമുള്ള നിലപാടുകൾ. കോഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജായ CIC പ്രശ്നത്തിൽ സമസ്തക്കെതിരായ വിഭാഗത്തെ സാദിഖ് അലി പിന്തുണച്ചിരുന്നു. പൗരത്വ ഭേദഗതിക്കെതിരായ സമരം, വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സമരം, ഈ വിഷയങ്ങളിലെല്ലാം സമസ്തയും ലീഗും ഇരുചേരിയിലായിരുന്നു. ജാമിയ നൂരിയ വാർഷികത്തോടെ സാമൂഹിക മാധ്യമങ്ങളുടെയും അതിനു പുറത്തുമായി പല വിഭാഗവും ശക്തമായ തർക്കത്തിലായിരുന്നു. ലീഗ് വിരുദ്ധരെന്ന് മുദ്രകുത്തി എതിർപ്പുയർത്തുന്ന വിഭാഗത്തെ സംസ്ഥാന നേതൃത്വത്തിൽ പുറന്തള്ളുവാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ലീഗ് ഉള്ളത്. ഇതിനുവേണ്ടിയുള്ള ചുവടുവെപ്പായിട്ടാണ് നിലവിലുള്ള ബദൽ മഹൽ സംഗമത്തെ സമസ്തയുടെ നേതാക്കന്മാർ കാണുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ വലിയ ഒരു വോട്ട് ബാങ്ക് ആയിരുന്ന ലീഗിൽ തന്നെ വലിയ ഒരു ഭിന്നിപ്പുണ്ടാവുകയാണ്. ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നിപ്പ് കാര്യമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അടക്കം ബാധിക്കും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എന്തായാലും ഈ തർക്കം മുൻപോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ളത് തീർച്ചയാണ്.